നമ്മുടെ ജീവിതത്തിൽ നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന വഴികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. എൻ്റെ ഈ ജീവിതയാത്രയിൽ എന്നിലൂടെ ദൈവ ഇഷ്ടം നിറവേറ്റപ്പെട്ടതിനെക്കുറിച്ച് ഇവിടെ കുറിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കും ഉപകാരപ്രദമായേക്കാമെന്ന പ്രതീക്ഷയിലാണ് ഞാനിതിവിടെ പങ്കുവയ്ക്കുന്നത്. മെത്തഡിസ്റ്റ് സഭയിൽ ജനിച്ചു വളരുകയും പിന്നീട് നിരീശ്വരവാദിയാവുകയും ഒടുവിൽ കത്തോലിക്ക വിശ്വാസവും സ്വീകരിക്കുകയും ചെയ്ത എലിയട്ട് സട്ടിലിൻ്റെ വാക്കുകളാണ് ഇത്. നോർത്ത് കരോളിനായിലെ ഒരു ചെറിയ പട്ടണത്തിലാണ് എലിയട്ട് സട്ടിൽ ജനിച്ചു വളർന്നത്. എല്ലാ വാരാന്ത്യത്തിലും പള്ളിയിലെ ശുശ്രൂഷകളിൽ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നവരായിരുന്നു അവൻ്റെ മാതാപിതാക്കൾ. എന്നാൽ വ്യത്യസ്ത പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലെ അംഗങ്ങളായിരുന്നു അവർ. മാതാവ് പ്രെസ്ബിറ്റേറിയനും പിതാവ് ബാപ്റ്റിസ്റ്റുമായിരുന്നു. അതിനാൽ വിവാഹശേഷം മെത്തഡിസ്റ്റ് ദേവാലയത്തിൽ പോകുവാൻ ഇരുവരും ഒരുമിച്ച് തീരുമാനിച്ചു. ഇതായിരുന്നു എലിയട്ടിൻ്റെ ബാല്യകാല വിശ്വാസം. കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് അക്കാലത്ത് താൻ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്ന് എലിയട്ട് പറയുന്നു. മിഡിൽ സ്കൂൾ കാലഘട്ടം അവനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാലഘട്ടമല്ലായിരുന്നു. അക്കാലത്താണ് വ്യത്യസ്ത കാരണങ്ങളാൽ അവൻ്റെ മുഴുവൻ കൂട്ടുകാരും അകലുന്നത്. ഈ സാഹചര്യത്തിൽ അവനിൽ ദേഷ്യ സ്വഭാവവും അസ്വസ്ഥതയും കൂടിക്കൂടി വന്നു. അക്കാലത്താണ് വിശ്വാസ സ്ഥിരീകരണം അടുത്തത്. വിശ്വാസ സ്ഥിരീകരണ ക്ലാസ്സിൽ പോകുന്നത് അവന് ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. എന്നാൽ പ്രൊട്ടസ്റ്റൻ്റ് നവോത്ഥാനത്തിൻ്റെ കാലത്ത് കത്തോലിക്ക സഭയിൽ നിന്നും വിഭജിച്ചു മാറിയതാണ് മെത്തഡിസ്റ്റ് സഭ എന്ന കാര്യം അക്കാലത്താണ് എലിയട്ട് പഠിച്ചത്. ഒരു സഭയെ ഈ രീതിയിൽ വിഭജിക്കുന്നത് ശരിയായ കാര്യമല്ല എന്ന് അവന് അന്നേ തോന്നിയിരുന്നു. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ എലിയട്ട് ശ്രമിച്ചില്ല. പിന്നീട് പിതാവിൻ്റെ ജോലി നിമിത്തം ഹൈസ്കൂൾ കാലഘട്ടത്തിൽ കരോലിനായിൽ നിന്നും കാലിഫോർണിയയിലേക്ക് എലിയട്ടിനും കുടുംബത്തിനും താമസം മാറേണ്ടതായി വന്നു. അവിടെയുള്ള മെത്തഡിസ്റ്റ് ദേവാലയത്തിൽ ഒരു നല്ല യുവജന സംഘമുണ്ടായിരുന്നത് അവന് വലിയ ആശ്വാസമായിരുന്നു. എല്ലാ മാസവും യൂത്ത് ഗ്രൂപ്പ് കോൺഫറൻസുകളും കുട്ടികൾക്കുള്ള സമ്മർ ക്യാമ്പും അവർ സംഘടിപ്പിച്ചു. പിന്നീട് കോളേജിൽ പോയത് മുതലാണ് അവൻ്റെ ജീവിതം ആകെ മാറിമറിഞ്ഞത്. ദൈവത്തിൽ വിശ്വസിച്ചിരുന്നുവെങ്കിലും ആത്മീയ കാര്യങ്ങളിൽ മടി അവനെ പിടികൂടി. പതിയെ പതിയെ ദേവാലയത്തിൽ പോകാതെയായി. ദൈവവുമായുള്ള ബന്ധത്തിന് ദേവാലയത്തിൽ പോകേണ്ട ആവശ്യമില്ലെന്ന ചിന്തയായിരുന്നു അതിൻ്റെ കാരണം. പതുക്കെ പതുക്കെ മെത്തഡിസ്റ്റ് സഭയുമായുള്ള അവൻ്റെ അടുപ്പം കുറഞ്ഞു വന്നു. കൂടുതൽ പഠിക്കുന്തോറും ദേവാലയ അന്തരീക്ഷത്തിനും പുറത്ത് ഒരാൾക്ക് ധാർമ്മിക ജീവിതം നയിക്കുവാൻ സാധിക്കും എന്ന നിഗമനത്തിൽ അവൻ എത്തിച്ചേർന്നു. അതിൻ്റെ ഫലമായി ക്രമേണ മതത്തെ വെറുക്കുവാൻ തുടങ്ങി. ദൈവത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും സംസാരിക്കുന്നത് തന്നെ എലിയട്ടിന് അരോചകമായി തോന്നി. പിന്നീടാണ് അവൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. താനൊരു നിരീശ്വരവാദിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അക്കാലത്തെ പ്രസിദ്ധ ടെലിവിഷൻ പരിപാടിയായിരുന്ന സീൻ ഹന്നാറ്റി ഷോയുടെ ഒരു പതിവ് കാഴ്ചക്കാരനായിരുന്നു എലിയട്ട് സട്ടിൽ. ടെറി ഷിയാവോ എന്ന സ്ത്രീയെപ്പറ്റി ഇതിലൊരു പരിപാടി വന്നു. അവൾ കോമായിലായിരുന്നു. ഭക്ഷണവും മറ്റും ട്യൂബ് വഴിയാണ് അവൾക്ക് നൽകിയിരുന്നത്. അവളുടെ ഭർത്താവാകട്ടെ ട്യൂബ് വഴിയുള്ള ഭക്ഷണം നിർത്തി അവളെ മരണത്തിന് കൊടുക്കുവാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ അവളുടെ കുടുംബാംഗങ്ങൾ അവൾ ജീവിച്ചിരിക്കണമെന്ന ആഗ്രഹക്കാരും. ഇത് സീൻ ഹന്നിറ്റി ഷോയിൽ ചർച്ചാവിഷയമായി. തികഞ്ഞ കത്തോലിക്ക വിശ്വാസിയായ അവതാരിക ദയാവധം, അബോർഷൻ എന്നീ വിഷയങ്ങളിൽ കത്തോലിക്ക സഭയുടെ നിലപാട് തുറന്നു പ്രഖ്യാപിച്ചു. ഇത് എലിയട്ടിനെ ഏറെ ആകർഷിച്ചു. എന്നാൽ നിയമയുദ്ധത്തിൽ ടെറി ഷിയാവോയുടെ ഭർത്താവ് ജയിക്കുകയും അവൾ പട്ടിണി മൂലം മരണപ്പെടുകയും ചെയ്തു. ഒരാളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നതിനെക്കുറിച്ച് തനിക്ക് ആലോചിക്കാൻ പോലും സാധ്യമല്ലായിരുന്നുവെന്ന് എലിയട്ട് പറയുന്നു. ഈ സമയത്ത് തന്നെയായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ അസുഖബാധിതനായത്. അധികം താമസിയാതെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. സഭയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമായിരുന്നു. കർദിനാൾമാർ കൂടി റാറ്റ്സിംഗറിനെ അടുത്ത മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തത് എലിയട്ടിനെ ആകർഷിച്ചു. ഈ സംഭവങ്ങളിൽ ഓരോന്നും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവത്തിലേക്ക് അവനെ അടുപ്പിച്ചു. ഒരു ശനിയാഴ്ച ദിവസം, അതായത് ഈസ്റ്ററിൻ്റെ തലേ ദിവസം, അന്നാണ് എലിയട്ടിൻ്റെ ജീവിതം ആകെ മാറിമറിഞ്ഞത്. കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന എലിയട്ടിന് ഒരു ഉൾവിളി: നാളെ പള്ളിയിൽ പോകണം. ആ വിളിക്ക് പിന്നാലെ ആൾ പരിശുദ്ധാത്മാവാണ് എന്ന് എലിയട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ അവന് താല്പര്യമില്ലായിരുന്നുവെങ്കിലും ആ ഉൾവിളി അവഗണിക്കുവാൻ എലിയട്ടിന് കഴിഞ്ഞില്ല. അവൻ ഫോൺ ബുക്ക് എടുത്ത് പരിശോധിച്ചപ്പോൾ അടുത്തുള്ള കത്തോലിക്ക ദേവാലയം കണ്ടെത്തി. 11 മണിയുടെ കുർബാനയ്ക്ക് പോകുവാൻ അവൻ തീരുമാനിച്ചു. പിറ്റേന്ന് നേരത്തെ തന്നെ പള്ളിയിലെത്തിയ
എലിയട്ട് ഏറ്റവും പുറകിലെ സീറ്റിൽ തന്നെ ഇരിപ്പിടമുറപ്പിച്ചു. വിശുദ്ധ കുർബാന തുടങ്ങുന്നതിനായി കാത്തിരിക്കുമ്പോൾ അദൃശ്യനായ ആരോ തൻ്റെ അരികിൽ ഉണ്ടെന്ന ഒരു തോന്നൽ ഉണ്ടായെന്ന് എലിയട്ട് പറയുന്നു. അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്ന് അവന് മനസ്സിലായി. ഒരു പ്രൊട്ടസ്റ്റൻ്റ് പശ്ചാത്തലത്തിൽ നിന്നും വന്നതിനാലാകണം ദിവ്യകാരുണ്യ സ്വീകരണം അവന് വലിയ കാര്യമേ അല്ലായിരുന്നു. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു കത്തോലിക്ക വിശ്വാസിയെപ്പോലെ അവനും പെരുമാറി. ദിവ്യകാരുണ്യ സ്വീകരണത്തിനും അവൻ നീങ്ങി. ഒരു നിരീശ്വരവാദിയുടെ ദിവ്യകാരുണ്യ സ്വീകരണം. പക്ഷേ ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ മിന്നലേറ്റതുപോലെയാണ് അവൻ അനുഭവപ്പെട്ടത്. ശരിക്കും കറണ്ടടിച്ചതുപോലെയുള്ള അനുഭവമായിരുന്നു അതെന്ന് എലിയട്ട് അനുസ്മരിക്കുന്നു. കുർബാനയ്ക്ക് ശേഷം ഡീക്കൻ്റെ തിരക്കൊഴിയുന്നതുവരെ അവൻ കാത്തുനിന്നു. എലിയട്ട് എല്ലാം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. മുൻകാല ജീവിതവും തലേന്ന് രാത്രിയിലുണ്ടായ തോന്നലും ഉൾപ്പെടെ എല്ലാം അവൻ പങ്കുവച്ചു. ഇന്ന് രാവിലെ നീ ഇവിടെ വരണമെന്നത് ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു എന്നാണ് ഡീക്കനായ ഫ്രാൻ പറഞ്ഞത്. കൂടാതെ റൈറ്റ് ഓഫ് ക്രിസ്ത്യൻ ഇനീഷ്യേഷൻ്റെ ചുമതലയുള്ള ആളുടെ പേരും അവന് പറഞ്ഞു കൊടുത്തു. കത്തോലിക്കാ സഭയിൽ ചേരുവാൻ താല്പര്യമുള്ളവർ തീർച്ചയായും പങ്കെടുക്കേണ്ട ക്ലാസ്സായിരുന്നു അത്. പിന്നീട് കത്തോലിക്ക വിശ്വാസിയാകാനുള്ള തയ്യാറെടുപ്പ് അവൻ ആരംഭിക്കുകയായിരുന്നു. RCIA ക്ലാസ് അടുത്ത കാലത്തൊന്നുമില്ലാത്തതിനാൽ അതിൻ്റെ ചുമതല വഹിക്കുന്ന ആൾ ഒരു പുസ്തകവും നൽകി എലിയട്ടിനെ പറഞ്ഞയച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവൻ ആ പുസ്തകം വായിച്ചു തീർത്തു. രണ്ടാഴ്ചകൾക്ക് ശേഷം ക്ലാസ് ആരംഭിച്ചു. ക്ലാസിൻ്റെ ഭാഗമായി നിത്യവും പള്ളിയിൽ പോകേണ്ടി വരുമെന്ന് അവന് മനസ്സിലായി. എന്നാൽ മെത്തഡിസ്റ്റ് സഭ ഉപേക്ഷിക്കണമെന്ന കാര്യവും തൻ്റെ തീരുമാനത്തെ മാതാപിതാക്കൾ എങ്ങനെ സ്വീകരിക്കുമെന്നോർത്തും അവൻ ആകുലപ്പെട്ടു. ഒരു ദിവസം അമ്മ അവനെ വിളിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും അവൻ തുറന്നു പറഞ്ഞു. കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മാറുവാൻ തീരുമാനിച്ച സാഹചര്യങ്ങളും അവൻ വിശദീകരിച്ചു. എന്നാൽ അമ്മ തൻ്റെ മകൻ പള്ളിയിൽ പോകാൻ തുടങ്ങിയതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഇതവന് കൂടുതൽ ഉത്തേജനം പകരുകയാണ് ചെയ്തത്. RCIA ക്ലാസ്സുകൾ വേനൽക്കാലം മുഴുവൻ നീണ്ടുനിന്നു. അതിനാൽ സഭ മാറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും എലിയട്ടിന് ധാരാളം സമയം ലഭിച്ചു. ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിനായി അവൻ ദിവസവും പ്രാർത്ഥിച്ചു. ദേവാലയത്തിൽ വെച്ച് അവൻ കണ്ടുമുട്ടിയവരെല്ലാം തന്നെ തീക്ഷ്ണതയുള്ളവരും നല്ല സഹകരണ മനോഭാവമുള്ളവരുമായിരുന്നു. പ്രാർത്ഥനകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും അവൻ ഒരു കാര്യം ഉറപ്പിച്ചു: കത്തോലിക്ക സഭയാണ് ക്രിസ്തു സ്ഥാപിച്ച ഏകസഭ. അങ്ങനെ അവൻ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. നമ്മൾ കേട്ടിരിക്കുന്ന ഭൂരിഭാഗം പരിവർത്തന കഥകളും ഇവിടെ അവസാനിക്കുകയാണ് പതിവ്. എന്നാൽ എലിയട്ട് സട്ടിലിൻ്റെ കഥ ഇവിടെ തുടങ്ങുകയാണ് ചെയ്തത്. 2005 ഒക്ടോബർ 9 അലബാമയിലെ ഒരു ടുസ്കാലൂസിയയിലെ ഹോളി സ്പിരിറ്റ് കത്തോലിക്ക ഇടവാംഗമായി. 2006 ഏപ്രിലിൽ കത്തോലിക്ക സംഘടനയായ നൈറ്റ് ഓഫ് കൊളംബസിൽ അവൻ അംഗത്വമെടുത്തു. ദൈവത്തെ കൂടുതൽ അറിയുവാനായി അവൻ NWTN പരിപാടികളിൽ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ക്രമേണ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളും നിലപാടുകളും അവന് ആഴത്തിൽ ബോധ്യപ്പെട്ടു. എലിയട്ട് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ തീജ്വാലയായി മാറി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 1 വർഷത്തിന് ശേഷം, വിശ്വസിക്കുന്ന സത്യത്തെ എന്തുകൊണ്ട് പ്രഘോഷിച്ചുകൂടാ എന്ന ചിന്ത അവനിൽ ഉദിക്കുകയായിരുന്നു. അധികം വൈകാതെ അദ്ദേഹം ജപ്പാനിലേക്ക് കുടിയേറി. ഒരു കത്തോലിക്കനായി ജപ്പാനിൽ ജീവിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. 4% മാത്രമാണ് ജപ്പാനിലെ കത്തോലിക്കർ. എന്നാൽ ഇന്ന് തൻ്റെ കത്തോലിക്ക വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ട് ജപ്പാൻ ജനതയെ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ പരിശ്രമം നടത്തുകയാണ് എലിയട്ട്.